ത്രിയേക ദൈവത്തിന് സ്തുതി. വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 51-ാമത്തെ വചനം. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. സ്നേഹമുള്ളവരെ, ഈ വചനം യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു പരിശുദ്ധ അമ്മയ്ക്കും യോസേപ്പ് പിതാവിനും വിധേയപ്പെട്ട് ജീവിച്ചു എന്നുള്ള ഒരു വേദഭാഗമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പല മാതാപിതാക്കൾക്കും ഉള്ള ഒരു സങ്കടമാണ് കുഞ്ഞുങ്ങൾ തങ്ങളെ അനുസരിക്കുന്നില്ല എന്നുള്ളത്, കുഞ്ഞുങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നുള്ളത്, അവർ അവരുടേതായിട്ടുള്ള വഴിക്ക് പോകുന്നു എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. എല്ലാ തരത്തിലുള്ള പഠനത്തിൻ്റെ മേഖലകളിലാണെങ്കിലും, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മേഖലകളിലാണെങ്കിലും, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ചെറുപ്പം മുതൽ അവർക്ക് ദൈവത്തെ കൊടുക്കുന്നത് വളരെ കുറവാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് വളരെ കുറവാണ്. സ്നേഹമുള്ളവരെ, ഒരു കുഞ്ഞ് ജനിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുഞ്ഞിനെ പ്രാർത്ഥിപ്പിച്ച് വളർത്തുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ദൈവവിശ്വാസം, ദൈവത്തെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇവരെല്ലാം മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കും. മാതാപിതാക്കളോട് കൂടെ മാതാപിതാക്കളെ സ്നേഹിച്ച് ജീവിക്കും. അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ദൈവവിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട്, ആഴമായിട്ടുള്ള വിശ്വാസം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.